പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ വിഷു വരുന്നത് 2025 ഏപ്രിൽ 14 തീയതിയാണ്. 1200 ആണ്ട് മീനമാസം 30 ഞായറാഴ്ച രാത്രി 3:21 അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം 1-ാം പാദത്തിങ്കൽ തുലാക്കൂറിൽ മേടരവി സംക്രമമാണ്. ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്ന് പാരമ്പര്യ ജ്യോതിഷ ഗണിത രീതിയിൽ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും നൂതനമായ രീതിയിൽ വ്യത്യസ്ത മേഖലയിലുള്ള വ്യക്തികളുടെ ആയിരക്കണക്കിന് ഗ്രഹനിലകളെ മുൻനിർത്തിയും ഏറ്റവും കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇത് മറ്റ് ജ്യോതിഷ വിദഗ്ധരിൽ നിന്നും കേട്ടിട്ടുള്ള ഫലപ്രവചന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ വിഷുഫലം മറ്റേത് പ്രവചനത്തേക്കാളും മികച്ചതാകുവാൻ ഞാൻ ഈശ്വരീയമായ എല്ലാ പ്രാർത്ഥനകളോടും കൂടിയാണ് ഇത് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ വിഷുഫലം ധനുക്കൂറുകാരുടേതാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂറ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വിഷുഫലം ഗുണദോഷ സമ്മിശ്രമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അല്പം കാലവിളംബം വരുമെങ്കിലും വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള വ്യായാമ പദ്ധതികൾ ആരംഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബക്ഷേത്ര ദർശനം നടത്തുവാനും ഈശ്വരീയമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പതിപ്പിക്കുവാനും ശ്രമിക്കുന്നതാണ്. കലാപരമായുള്ള കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും പുതിയ അവസരങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. തൊഴിലന്വേഷകർക്ക് അനുകൂലമായ അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. വിദേശത്ത് വിദ്യാഭ്യാസത്തിനായോ തൊഴിലിനായോ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയ കുടുംബസ്വത്ത് കൈവന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യത്തിനായി വച്ചിരിക്കുന്ന ധനം കടം കൊടുക്കുവാനോ ചിട്ടി, ലോൺ മുതലായവയിൽ ജാമ്യം നിൽക്കുവാനോ പാടില്ല. അത് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മനഃശാന്തി നഷ്ടപ്പെടുത്തുന്നതാണ്. വിവാഹത്തിന് കാലതാമസം വരാൻ സാധ്യതയുള്ളതിനാൽ ചില പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഉണ്ടാവുന്നതാണ്. ദൂരദേശത്ത് പഠനത്തിനായിട്ടുള്ള അവസരവും കൈവന്നു ചേരുന്നതാണ്. തീവ്രമായ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ്. അസമയത്തുള്ള വാഹനയാത്രയിൽ അല്പം ജാഗ്രത പുലർത്തേണ്ടതാണ്. അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. പുതിയ ഗൃഹനിർമ്മാണം, വാഹനയോഗം, പുത്തൻ വീട്ടുപകരണങ്ങൾ വാങ്ങുക മുതലായവയ്ക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യമാണുള്ളത്. അനാവശ്യമായ കോപം മറ്റുള്ളവരുടെ അപ്രീതിക്ക് ഇടയാക്കിയേക്കാം. അശ്രദ്ധ മൂലം അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തരുത്. പങ്ക് കച്ചവടം, ഊഹക്കച്ചവടം എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് വിപുലമാക്കുന്നതിനുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയത്തിലെത്തിച്ചേരുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ദൂരദേശ യാത്രയ്ക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവസരം ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ വിഷുഫലം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമാണ്. ഇതിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളും ദോഷകരമായിട്ടുള്ള ചില കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ ഗുണപരമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനും ദോഷകാര്യങ്ങളുടെ പ്രഭാവം കുറയ്ക്കുന്നതിനും വേണ്ടി ചില ദോഷപരിഹാരങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഗണപതി ക്ഷേത്രത്തിൽ മോദക നിവേദ്യം നടത്തുന്നതും നാളികേരം ഉടയ്ക്കുന്നതും, മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതും, തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജലധാര നടത്തുന്നതും, ദേവീക്ഷേത്രത്തിൽ വെളുത്തവാവ് ദിവസം പൊങ്കാല നിവേദിക്കുന്നതും, ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും, ഗൃഹത്തിൽ ദേവീസ്തോത്രം, ദേവീ മാഹാത്മ്യം എന്നിവ പാരായണം ചെയ്യുന്നതും ഗുണകരമാകുന്നു. അപ്പോൾ ഈ വർഷത്തെ വിഷു ഏവർക്കും സർവ്വ ഐശ്വര്യങ്ങളും സർവമംഗളങ്ങളും ലഭ്യമാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഏവർക്കും വിഷു ആശംസകൾ.